ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. ദൈവമക്കളെ, നമ്മൾ പറയുന്നത് എന്തോ അതാണ് നമ്മൾ. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ നീ ദൈവത്തെ പോലെയാവും. സ്നേഹത്തിൻ്റെ വചനം പറഞ്ഞ നീ സ്നേഹമായിട്ട് മാറും. അല്ല, ചിലരോടൊക്കെ സംസാരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ വാക്കുകൾക്കൊരു പ്രത്യേകതയുണ്ട്, അവൻ്റെ സ്വരത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവങ്ങളെ, ഈ വാക്കും ഈ സ്വരവും ഒക്കെ ദൈവം തരുന്നൊരു കാര്യമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലരോട് എത്ര നേരം ഇത് സമയം നമുക്ക് മടുപ്പ് വരുന്നത്, മടുക്കത്തില്ല, വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നും. പക്ഷെ ചില മനുഷ്യരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മടുക്കും. നമുക്ക് തന്നെ തലവേദന വരും. ചില വർത്താനം കുറ്റം പറഞ്ഞ്, അല്ലെ പരാതി പറഞ്ഞ്, പരിഭവം പറഞ്ഞ്, നെഗറ്റീവ് പറഞ്ഞ്. നമ്മളെ നല്ലത് പറയാൻ മക്കളെ പഠിപ്പിക്കണം. ഒരിക്കലും വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ അവരുടെ പേരുടെ കുറ്റം പറയാൻ നിൽക്കില്ല. ആരുടെയും. ഞാനവർക്ക് കഴിഞ്ഞ ദിവസം ഒരു കുടുംബം, ബ്രോക്കൺ ഫാമിലിയാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യ, അങ്ങനെ ഒത്തിരി കുടുംബങ്ങൾ. പ്രാർത്ഥിക്കണം നിങ്ങളാ നിയോഗത്തിന്. ഈ മകൾ എന്നോട് പറയായിരുന്നേ, കൊച്ചുങ്ങൾ അപ്പനെ പറ്റി ചോദിക്കും, വെച്ചാൽ ഞാൻ ഒരിക്കലും ഒരു നെഗറ്റീവ് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഈ കുഞ്ഞുങ്ങൾ ഒരു കാര്യം ഈ മനുഷ്യൻ നോക്കിയിട്ടില്ല. ഇപ്പോഴും മക്കളുമായിട്ട് ഈ ഭാര്യ അമ്മ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുക. അവളത് പറയുമ്പോൾ അവൾക്കൊരു ശോഭയുണ്ട്. അവൾ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കുക. ദൈവങ്ങൾ ആരെയും നമ്മളെ വിഷമിപ്പിച്ചവരൊന്നും കഥ ആരോടും പറയണ്ട. അത് നീയും നിന്റെ ദൈവവും തമ്മിലുള്ള രഹസ്യമായിട്ടിരിക്കട്ടെ. നിന്നെ ചതിച്ചവരുണ്ടാവാം, ഒറ്റിക്കൊടുത്തവരുണ്ടാവാം, വഞ്ചിച്ചവരുണ്ടാവാം. അത് കുഴിച്ചു മൂടിയര്. നിനക്ക് കിട്ടാൻ പോകുന്ന മഹത്വം എന്താണെന്നറിയാം? നമ്മൾ ഒരുപാട് മറ്റുള്ളവരെ പറ്റി പറഞ്ഞു നടക്കണ്ട. നമ്മളെ മനുഷ്യരാണ്. നമ്മൾ മുഖപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരൊക്കെയാണ്. പക്ഷേ ക്യാൻ യു ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ് ദാറ്റ്? ജീവിതത്തിൻ്റെ വല്ലാത്തൊരു വിഷയം മക്കളെ. നമുക്ക് നമ്മുടെ വാക്കുകൾ കുറച്ചുകൂടെ സ്വീറ്റാകാൻ നമ്മളെന്ത് ഷാർപ്പ് വേർഡ്സാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് വായിച്ചാൽ ഞാൻ എൻ്റെ അമ്മയെ ഒരാൾ എന്നെ പറയുകയാണ്, ഒരു കൗൺസിലിംഗ് വന്നിട്ട് പറയും, ഷാർപ്പ് വേർഡ്സ് എല്ലാവരും മുറിപ്പെടുത്തും. ഒന്നും ഉദ്ദേശിച്ചു പാവം അത്. പക്ഷെ പറയുന്ന വാക്കുകളൊക്കെ വിഷമിപ്പിക്കും. അടുത്തു വരുന്ന എല്ലാവരും മുറിപ്പെടുത്തും. അവസാനം ഈ സഹോദരി എന്നോട് പറയണേ, എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു. തലമുറകളിലേക്ക് പോവുക ഈ മുറിവിൻ്റെ വാക്കുകൾ. ഒന്ന് ചിരിക്കാനും പിന്നെ എനിക്കത് കുറച്ച് സംസാരിച്ചാൽ മതി തന്നെ. ഒത്തിരി സംസാരിക്കുമ്പോഴാണ് തെറ്റുകൾ വരുന്നത്. അല്ലേ? പരീക്ഷയ്ക്ക് ഇപ്പോൾ മറ്റ് ഭാഷകൾ, ഇപ്പോൾ ഗ്രീക്ക്, ഹീബ്രു ഒക്കെ കുറച്ച് പഠിക്കാനിട വന്നു. അറിയാവുന്നതേ എഴുതി വെക്കാമെന്ന് പറയും ഞങ്ങളുടെ പ്രൊഫസർമാർ. കാരണം ഉള്ളതെല്ലാം കൂടി എഴുതിയെല്ലാം തെറ്റിപ്പോവും. കൃത്യം പ്രിസിഷൻ ഉണ്ടെങ്കിൽ എഴുതുക. ഗ്രീക്കിൻ്റെ ഒക്കെ ഭയങ്കര ടഫായിട്ടുള്ള രണ്ട് സാധനമായിരുന്നു. ഹീബ്രു കുഴപ്പമില്ലായിരുന്നു, ഗ്രീക്ക് അറിയത്തില്ലെങ്കിൽ എഴുതാൻ പോകണം. മിണ്ടാതിരിക്കുക, കുറച്ചൊക്കെ എഴുതാതിരിക്കുക. കൃത്യമായിട്ട് അറിയാവുന്ന എഴുതുക. എന്ത് പറ്റും? അത് എഴുതിയതാണ്. 10 എഴുതിയുള്ളെങ്കിൽ 10 കിട്ടും. അത്രയേ ഉള്ളൂ. മാർക്കേ ഉള്ളതാണല്ലോ അത് തെറ്റിച്ച്. എനിക്കൊന്ന് യൂറോപ്പിലെങ്ങനെ പഠിക്കും നെഗറ്റീവ് ഉണ്ട്, മൈനസ് മാർക്ക് വീഴും. എന്തൊരു ഇതാണെന്നറിയാം. അതേപോലെ ഒത്തിരി പറഞ്ഞ് ഒത്തിരി മൈനസ് വീഴും. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഭർത്താവിനോട് പറയുന്ന കാര്യത്തിൽ, ഭാര്യയോട് പറയുന്ന കാര്യത്തിൽ മിണ്ടാതിരിക്കാനല്ല പറയണേ. പറയുമ്പം കുറച്ചുകൂടി ലിസണിങ് അല്ലേ നല്ലത്. സ്പീക്കിങ്ങിനേക്കാളും നല്ലത് ലിസണിങ്ങാണ് മക്കളെ. കേൾക്കുന്നവൻ തെറ്റിയില്ല, പറയുന്നവൻ തെറ്റി ചെയ്യും. സംസാരിക്കുമ്പോൾ തെറ്റ് വരും. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ, കാരണം നമ്മൾ പ്രവാചകനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ പറയുവാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇല്ലെങ്കിൽ മിണ്ടാതിരുത്തോണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ശ്രമിക്കുന്ന ഒരു കുമ്പസാരം പോലെ പറയാം. അതിൽ തെറ്റ് പറയില്ലെന്ന് ആഗ്രഹിക്കുന്നില്ല, ആരും കുറ്റം പറയില്ലെന്നൊക്കെ ഒത്തിരി ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും പലതൊക്കെ പറഞ്ഞു പോകാറുണ്ട്. എൻ്റെ പാവങ്ങളിൽ ഒന്ന് വെർബൽ പാവങ്ങളാണ്, വാക്കുകൊണ്ട് പറയുന്ന പാവങ്ങളാണ് എൻ്റെ ഏറ്റവും ജീവിതത്തിൽ. കാരണം എൻ്റെ ശുശ്രൂഷ വചന ശുശ്രൂഷയാണെങ്കിൽ എൻ്റെ തെറ്റുകൾ ആ മേഖലയിൽ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഞാൻ കുമ്പസാരിക്കാൻ പോകുന്ന മെയിനായിട്ട് കുമ്പസാരിക്കാൻ പോകുന്ന വിഷയം ഇതാ. ഇവരൊക്കെ എന്തെങ്കിലും പറഞ്ഞു. ഇതൊക്കെയാണ് എൻ്റെ കുമ്പസാര വിഷയം മെയിനായിട്ട്. പുണ്യാളനൊന്നും അല്ല കേട്ടോ, എന്നെ വിഷമിപ്പിക്കാറുണ്ട്.
ഒരാളെപ്പറ്റി അയാൾ കേൾക്കുന്നുമില്ല, അറിയുന്നു, അയാളെപ്പറ്റി നെഗറ്റീവ് സത്യം പറഞ്ഞതൊക്കെ. പക്ഷെ അത് കഴിഞ്ഞ് എൻ്റെ ഹൃദയം നേറിയത് എനിക്കറിയാം. ഞാനത് ഓടിപ്പോയി കുമ്പസാരിച്ചിട്ടൊക്കെ ഉണ്ട്. സമയമില്ല, കുർബാനയ്ക്കുള്ള സമയം, എന്നാലും ഞാൻ ഓടിപ്പോയി കുമ്പസാരിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് അല്പം പ്യൂരിറ്റി ഇൻ വേർഡ്സ്. നിൻ്റെ വാക്കുകൾ വിശുദ്ധവും ശുദ്ധവും സ്നേഹവും നൈർമല്യമുള്ളതാകും, ജീവിതം നൈർമല്യമുള്ളതായി തരും. ഒരു വല്ലാത്ത കരുതുകയുണ്ട്. ഒരു തെറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടായിരുന്നു. ചില സമയത്ത് ചില പ്രസംഗത്തിൽ ചില കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ തോന്നിയിട്ടുണ്ട് വേണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു. ദൈവമക്കളെ, ഒരു ശ്രദ്ധ വാക്കുകൾ. ഇതാ പ്രവാചകന്റെ, നീ ഇസ്രായേൽ ഭവനത്തിൽ ചെന്ന് എൻ്റെ വാക്കുകൾ അവരെ അറിയിക്കുക. അടുത്തത് ഇങ്ങനെയാണ്, അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും ഉപയോഗിക്കുന്നവരുടെ അടുക്കലേക്കല്ല, ഇസ്രായേൽ ഭവനത്തിലേക്കാണ് ഞാൻ നിന്നെ അയക്കുന്നത്. അന്യഭാഷയും ദുർഗ്രഹമായ ശൈലി, നമ്മളെ കൂട് വെച്ച് പറയുന്നതൊക്കെ പറയത്തില്ലേ? ബി സ്ട്രൈറ്റ് ഫോർവേഡ്, എ വേർഡ് വിത്ത് എ സ്മൈൽ. സിൻസിയർ ആയിരിക്കണം. പുഞ്ചിരിയോടുകൂടി ഒരു വാക്ക്. അഗ്രാഹ്യമായ ദുർഗ്രഹമായ കാര്യങ്ങളൊന്നും കോടൊന്നും പറയണം. നേരെ വാ, നേരെ പോ. എന്തൊരു മാധുര്യം ഉണ്ടെന്നറിയാം നല്ല പ്രഭാഷകർ. ഈശോ നേരെ വാ, നേരെ പോയാ നമുക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ? കർത്താവ് പക്ഷേ ഇവിടെ ഒരു വഴക്ക് പറയാം കേട്ടോ. ഞാൻ പറഞ്ഞു വിടുന്നത് എൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്കാണ്. ബൈബിള് വായിച്ചിട്ടുള്ള മനുഷ്യൻ്റെ അടുക്കൽ ചെന്നാണ് നീ ബൈബിള് പറയേണ്ടത്. എന്നിട്ട് ഈശോ പറയുന്നൊരു സങ്കട വാക്ക് ഇതാണ്, പക്ഷെ അവർ ശ്രദ്ധിക്കത്തില്ല. ദൈവങ്ങളെ സ്ഥിരം ദൈവവചനം കേട്ട് ദൈവവചനം അത്ര ശ്രദ്ധ കൊടുക്കാതെ വിടാറില്ലേ? പുണ്യാള തീർത്ഥാടന കേന്ദ്രത്തിൽ മറ്റു മതസ്ഥർ വന്നിട്ട് പറയും, അയ്യോ അതെന്തൊരു വചനമായിരുന്നു. ഇത് കേട്ട ക്രിസ്ത്യാനി ഒരനക്കം ഇല്ലാതിരിക്കും. ദൈവമക്കളെ, നമുക്ക് വചനത്തോട് എല്ലാത്തിനോട് പുതുമയുടെ അനുഭവം ഉണ്ടാവട്ടെ. ദൈവം ഒരു പുതിയ കാര്യം, എവറി ഡേ ഹിസ് വേർഡ് ഈസ് ന്യൂ. ഒരു പുതിയ കാര്യം കർത്താവ് പറയുക. ദുർഗ്രഹമായ ഭാഷ സംസാരിക്കല്ലേ, ദുർഗ്രഹമായ ശൈലികൾ ഉപയോഗിക്കല്ലേ. ആരെയും മുറിപ്പെടുത്താനല്ല, വചനങ്ങൾ സുഖപ്പെടുത്താനുള്ളതാണ്, വചനം അനുഗ്രഹിക്കാനുള്ളതാണ്, വചനം കരുണ കാട്ടാനുള്ള. വചനം നീ തന്നെയാണ്. ദൈവം വചനമായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ എൻ്റെ വചനമാണ്, എൻ്റെ വചനമാണ് ഞാൻ. ഓ കർത്താവേ, അത്ഭുതകരമായ അഭിഷേകമുള്ള വചനങ്ങൾ നിന്റെ മക്കൾക്ക് നൽകണമേ. ജീവിതങ്ങൾ തകർന്നതും കലഹങ്ങളുണ്ടായതും പിണങ്ങിപ്പോയതുമൊക്കെ ഈ വചനത്തിന് പേരിലാണല്ലോ. പറഞ്ഞ ഒരു പാഴ്വാക്ക്, ദൈവമേ പാഴ്വാക്കുകളൊക്കെ നീക്കിക്കളയാൻ, ദൈവമേ ഞാൻ കേട്ട പാഴ്വാക്കുകൾ ക്ഷമിക്കാനൊക്കെയുള്ള വരം എനിക്ക് തരണമേ കർത്താവേ. ഏറ്റവും പ്രിയപ്പെട്ടവർ പറഞ്ഞ ചില വാക്കുകൾ ഇപ്പോഴും നീറ്റലായിട്ട് മാറുന്നുണ്ടെങ്കിൽ കർത്താവെ, ആ നീറ്റലിനെ നീ സമയത്ത് സുഖപ്പെടുത്തണമേ. വാക്കാൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ അങ്ങ് ക്ഷമിക്കണമേ കർത്താവെ. നല്ല വാക്ക് പറയാനും അനുഗ്രഹ വാക്ക് പറയാനും സ്നേഹവാക്ക് പറയുവാനും കരുണയുടെ വാക്ക് പറയുവാനും ആത്മാർത്ഥമായ വാക്കുകൾ പറയുവാനും ഞങ്ങളുടെ അത്തരങ്ങളിൽ അങ്ങയുടെ വിശുദ്ധ കുരിശിനെ മുദ്രയിടണമേ. രോഗികൾ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, വിഷമിക്കുന്നവർ, യുവതീ യുവാക്കന്മാർ, ജോലി തടസ്സങ്ങൾ, പഠന തടസ്സങ്ങൾ, പരീക്ഷകൾ എഴുതുന്നവർ, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഉപേക്ഷിച്ചാലുപേക്ഷിക്ക